ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ ധർണ തുടങ്ങി. സസ്പെൻഡ് ചെയ്യപ്പെട്ട 143 എംപിമാരാണ് പങ്കെടുക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് ജന്തർ മന്ദർ. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ധർണ തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങൾ എന്താണ്? ഗോപി, ഇന്ത്യ സഖ്യത്തിന്റെ ധർണ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, പ്രതിപക്ഷ എംപിമാർക്കെതിരെ കഴിഞ്ഞ ദിവസം കൂട്ട നടപടിയുടെ സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹി ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 11 തന്നെ പ്രതിപക്ഷ എംപിമാർ ഇവിടെ എത്തി. 146 എംപിമാർ ഇവിടെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തും. ഇതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ എത്തിക്കൊണ്ട് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രസ്താവന നടത്തണമെന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് കൂട്ട നടപടി പാർലമെന്റ് എംപിമാർക്കെതിരെ ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരുവിലേക്ക് പ്രതിപക്ഷ എംപിമാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് ചൌക്കിലും സമാനമായി തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വിജയ് ചൌക്കിൽ ഇപ്പോൾ ഈ പ്രതിഷേധ ശേഷം സംസ്ഥാന വ്യാപകമായിട്ടുള്ള മറ്റ് പ്രതിഷേധ പരിപാടികൾക്കും ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തെ ഒട്ടും തന്നെ അംഗീകരിക്കാത്ത നിലപാടാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്ന വിമർശനമാണ് എംപിമാർ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ശരത് പവാർ, അതോടൊപ്പം തന്നെ ഡി രാജ, കൂടാതെ CPIM എംപിമാർ, അതോടൊപ്പം തന്നെ CPI എംപിമാർ, അങ്ങനെ 18 പ്രതിപക്ഷ പാർട്ടി എംപിമാരാണ് ഇപ്പോൾ ഈ ഒരു ധർണയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും സമാനമായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകി.